Hi guys, again welcome back to our YouTube channel English Academy. I am Ajikumar, the English trainer. Happy Christmas. See, everyone know English is very simple. It is learned by through practice. Practice ആണ് പ്രധാനം. If you don't practice, you can't improve your English language. Think of a famous personality's quote. I many times repeated it. If you know the use of is and was, then you know English. That explains the importance of auxiliary verbs. For example, he was trapped. He was trapped. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവൻ ട്രാപ്പ് ചെയ്യപ്പെട്ടു. അപ്പോൾ വാസ് മാറ്റി ഈസ് ആക്കുമ്പോഴോ ഹി ഈസ് ട്രാപ്ഡ്. അപ്പോൾ ട്രാപ്ഡ് എന്നുള്ളത് മാറ്റണ്ട. ഹി ഈസ് ട്രാപ്ഡ്. അവനിപ്പം ട്രാപ്പ് ചെയ്യപ്പെട്ടു. ഹി വാസ് ഗോയിങ് ടു കോളേജ്. ഹി ഈസ് ഗോയിങ് ടു കോളേജ്. ഹി ഈസ് എ ഗുഡ് പേഴ്സൺ. ഹി വാസ് എ ഗുഡ് പേഴ്സൺ. അപ്പോൾ ഹീസ് എ ഗുഡ് പേഴ്സൺ, ഹി വാസ് എ ഗുഡ് പേഴ്സൺ എന്ന് പറയുന്നതിലുള്ള ലാർജ് ഡിഫറൻസ് നിങ്ങൾക്കറിയാം. അതുപോലെ ഹീസ് ഗോയിങ് ടു കോളേജ് എന്ന് പറയുമ്പോഴും ഹി വാസ് ഗോയിങ് ടു കോളേജ് എന്ന് പറയുമ്പോഴും നിങ്ങൾക്കറിയാം. സി തിങ്ക് ഓഫ്, ആദ്യം നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കുമ്പോൾ ഓക്സിലറി വെർബിൻ്റെ യൂസസ് പറഞ്ഞു പഠിക്കുക. പിന്നെ ബാക്കിയുള്ളത് നിങ്ങളെ ഫോളോ ചെയ്തോളൂ. ഇപ്പം ഈ സെക്കൻഡിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമുക്ക് ചുറ്റുമുണ്ട്, അത് തന്നോളൂ. റൈറ്റ്?